സർഗകരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രഹ്മജ്ഞ സംവാദം എന്ന ഉപനിഷത്ത് കഥയുടെ ഒന്നാം ഭാഗം കേൾക്കാം. സമർപ്പണം PMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. വിദേഹ രാജാവായ ജനകൻ പണ്ഡിതനും ജ്ഞാനിയും ആത്മനിഷ്ഠനുമായിരുന്നു. സർവജ്ഞനും ധർമ്മിഷ്ഠനും ലോക ആരാധ്യനുമായ ജനകന്റെ രാജസഭയിൽ ധാരാളം ശാസ്ത്ര ചർച്ചകൾ നടക്കാറുണ്ട്. ജനകന്റെ പേരും പെരുമയും പാണ്ഡിത്യവും എല്ലാ ദേശങ്ങളിലും പുകൾപെറ്റതാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ളവർ ജനക മഹാരാജാവിനെ വന്ന് കാണുകയും ഉപദേശങ്ങൾ തേടുകയും ചെയ്തു പോന്നു. ഒരിക്കൽ ഒരു വലിയ യാഗം ചെയ്യുവാൻ ജനക മഹാരാജാവ് തീരുമാനിച്ചു. ആ യാഗത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ ദേശങ്ങളിൽ നിന്നും നിരവധി പണ്ഡിതന്മാരും ബ്രാഹ്മണരും ആചാര്യശ്രേഷ്ഠന്മാരും വന്നിരുന്നു. അവർക്കെല്ലാം വളരെ വലിയ ദക്ഷിണകൾ ജനക മഹാരാജാവ് ഏർപ്പാട് ചെയ്തു. വന്ന വിശിഷ്ട അതിഥികളിൽ മിക്കവരും കുരുദേശത്തും പാഞ്ചാല ദേശത്തുമുള്ള ബ്രാഹ്മണ പണ്ഡിതന്മാരും ബ്രഹ്മജ്ഞാനികളുമായിരുന്നു. യാഗസ്ഥലത്ത് എത്തിച്ചേർന്നവരിൽ മഹാപണ്ഡിതന്മാരായ യാജ്ഞവൽക്യൻ, അശ്വലൻ, ആർത്തഭാഗൻ, ഭുജ്യു, ഉഷസ്തൻ, കഹോലൻ, ഗാർഗി, ഉദ്ദാലകൻ, ശാകല്യൻ തുടങ്ങിയവരും അവരവരുടെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ജനക മഹാരാജാവിന് അത്യധികം സന്തോഷമുണ്ടായി. അതേസമയം ഇവരെ ഒന്ന് പരീക്ഷിക്കണമെന്നും തോന്നി. എത്തിച്ചേർന്നിട്ടുള്ള ബ്രാഹ്മണരിൽ ആരാണ് ഏറ്റവും വലിയ പണ്ഡിതൻ എന്നറിയാൻ ജനക മഹാരാജാവ് എല്ലാവരെയും പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവരെല്ലാം വലിയ ദക്ഷിണ മോഹിച്ചു മാത്രം വന്നവരാണോ അതോ ബ്രഹ്മജ്ഞാനികളാണോ എന്ന് വ്യക്തമായി അറിയാൻ അദ്ദേഹം തീരുമാനിച്ചു. ജനക മഹാരാജാവ് നല്ല ഇനം 1000 പശുക്കളെ യാഗശാലയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് കെട്ടി. ഓരോ പശുവിന്റെയും കൊമ്പുകളിൽ 10 കാൽപ്പലം വീതം സ്വർണം കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് രാജാവ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പണ്ഡിതന്മാർ ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, അല്ലയോ പൂജനീയരായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, നിങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ വേദപണ്ഡിതൻ ആരാണോ അയാൾക്ക് ഈ പശുക്കളെ മുഴുവനും സ്വന്തമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇത് കേട്ട് അവിടെ കൂടിയിരിക്കുന്ന വേദപണ്ഡിതന്മാരായ ബ്രാഹ്മണർ അന്യോന്യം മുഖത്തോട് മുഖം നോക്കി. എല്ലാവർക്കും പശുക്കളെ കിട്ടുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ താൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് ആദ്യമേ പ്രതിജ്ഞ ചെയ്ത് മുമ്പോട്ട് വരാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ആ സമയത്ത് യാജ്ഞവൽക്യൻ എന്ന ഋഷി മുന്നോട്ട് വന്നു നിന്നിട്ട് തൻ്റെ ശിഷ്യനായ ബ്രഹ്മചാരിയോട് പറഞ്ഞു, അല്ലയോ സൗമ്യനായ സാമസ്രവസേ, ഈ പശുക്കളെയെല്ലാം അഴിച്ചെടുത്ത് നമ്മുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകൂ. ഇത് കേട്ട് അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മറ്റു ബ്രാഹ്മണരെല്ലാവരും പ്രകോപിതരായി. അവർ എല്ലാവരും ഉഗ്രമായി കോപിച്ചുകൊണ്ട് യാജ്ഞവൽക്യനെതിരെ സംസാരിച്ചു തുടങ്ങി. യാജ്ഞവൽക്യൻ ബ്രഹ്മിഷ്ഠതയ്ക്കുള്ള സമ്മാനം കൊണ്ടുപോകാൻ ശ്രമിച്ചത് അവർ തടഞ്ഞു. അവരുടെ പ്രതിനിധിയായി അശ്വലൻ മുമ്പോട്ട് വന്നു. അശ്വലൻ ജനക മഹാരാജാവിന്റെ ആശ്രിതനും ബ്രഹ്മനിഷ്ഠനെന്ന് സ്വയം അഭിമാനിക്കുന്നവനുമാണ്. രാജാവിന്റെ യാഗങ്ങളിൽ ഋത്വിക്കായി ഇരിക്കുന്നവനെന്ന അഹങ്കാരവുമുണ്ട് അശ്വലന്. ഉഗ്രമായി കോപിച്ചുകൊണ്ട് അദ്ദേഹം യാജ്ഞവൽക്യനോട് ഉറക്കെ ചോദിച്ചു, നമ്മുടെ ഇടയിൽ നീയാണോ ഏറ്റവും വലിയ ബ്രഹ്മിഷ്ഠൻ? ആ ആക്ഷേപം കേട്ട് യാജ്ഞവൽക്യൻ ചെറിയ പുഞ്ചിരിയോടെ വിനീതമായി പ്രതികരിച്ചു, ബ്രാഹ്മണന്മാർക്ക് നമസ്കാരം. ഞാൻ പശുക്കളെ കിട്ടണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അതു കേട്ട് അവിടെയുണ്ടായിരുന്ന എല്ലാ ബ്രാഹ്മണരും ഒരുമിച്ച് പറഞ്ഞു, അല്ലയോ യാജ്ഞവൽക്യ,
നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ ബ്രഹ്മിഷ്ഠനാണെന്ന് ആദ്യം തെളിയിക്കൂ. അതിനുശേഷം മാത്രം പശുക്കളെ കൊണ്ടുപോയാൽ മതി. മാത്രമല്ല, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകിയാൽ നിങ്ങൾ ഏറ്റവും വലിയ ബ്രഹ്മിഷ്ഠനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. തുടർന്ന് യാജ്ഞവൽക്യനുമായി വാദപ്രതിവാദം നടത്തുവാൻ അവിടെയിരിക്കുന്ന പണ്ഡിതന്മാർ ഓരോരുത്തരായി മുമ്പോട്ട് വന്നു. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.